സൈറക്കൊപ്പം നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്ത് മിടുക്കരായ ആസ്പിറൻസിനെ തേടിയുള്ള ഞങ്ങളുടെ ഈ ഒരു യാത്ര ടോട്ടലി പറഞ്ഞ സൈറയുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഞാനിന്നുള്ളത് മേലാറ്റൂരാണ്. മേലാറ്റൂർ നമുക്കൊപ്പം കൊമേഴ്സിൽ ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്ത റിൻഷിയുടെ വീട്ടിലാണ്. തൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ, ആദ്യത്തെ അറ്റംപ്റ്റിൽ അഡ്മിഷൻ ടു PhD ക്വാളിഫൈ ചെയ്ത റിൻഷി ഒന്നും കൂടി നന്നായിട്ട് ട്രൈ ചെയ്ത് ഇത്തവണ നെറ്റ് ക്വാളിഫൈ ചെയ്തു. റിൻഷിയോടുള്ള സംസാരത്തിൽ നിന്നും റിൻഷിയോടുള്ള നമ്മളുടെ ഒരു കോൺവെർസേഷനിൽ നിന്നും നമുക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്വിറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ്. നമ്മൾ എത്രമാത്രം ഒരുപാട് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു യാത്രയിൽ നമ്മൾ ഉണ്ടായിരിക്കുക, നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക, ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ എന്തായാലും റിൻഷിയുടെ ഈ ഒരു സന്തോഷത്തിൽ അവരുടെ കുടുംബത്തെ കണ്ട് അഭിനന്ദനം അറിയിക്കാനും സൈറയോടൊപ്പം ഉണ്ടായതിൻ്റെ നന്ദി രേഖപ്പെടുത്താനും വേണ്ടി സൈറയുടെ ടീമിനൊപ്പം ഞാനിവിടെ മേലാറ്റൂർ വന്നതാണ്. എന്തായാലും നമുക്ക് റിൻഷിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നേരിട്ട് വിഷയങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. സോ റിൻഷി, ഇത്തവണത്തെ UGC നെറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കൊമേഴ്സിൽ അല്ലേ നെറ്റ് ക്വാളിഫൈ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്? നല്ല ഹാപ്പി ആയിരുന്നു. അത്രയും എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതേപോലെ ആൻസർക്ക് വന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു എത്രത്തോളം വരുന്നുണ്ട്. പക്ഷെ കട്ട് ഓഫിന്റെ കാര്യം എല്ലാവരും പറഞ്ഞു ഇപ്രാവശ്യം കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്ര വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുത്തില്ല അല്ല. വീട്ട് റിസൾട്ട് വന്നതൊന്നും വിട്ട് പറഞ്ഞില്ല. മീൻസ് ആയിട്ട് കുറെ സമയം ബിസി ആയിരുന്നല്ലോ. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. റിസൾട്ട് പറയാൻ ആരോടാണ് ആദ്യം ഷെയർ ചെയ്തത്? ഉമ്മാനോട്. ഉമ്മാനോട്. എന്തായിരുന്നു ഉമ്മാന്റെ ഒരു റെസ്പോൺസ്? നല്ല ഹാപ്പി ആയിരുന്നു. ഉമ്മാക്കാരും നിന്നെക്കാട്ടിലും ഇത് കിട്ടണം എന്നുള്ളത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു അഡ്മിഷൻ ടു PhD ക്വാളിഫൈ ചെയ്തു അല്ലേ? അവിടെ നിന്ന് ഇപ്പോൾ നെറ്റിലേക്ക് കൊണ്ട് എത്തിയപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ്, ഒരു ഹാപ്പി മൊമെന്റിലേക്ക്. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് JRF എന്നുള്ളത് അല്ലേ? JRF ഒരു സ്വപ്നത്തിലുണ്ടോ? JRF ഇൻഷാല്ലാ നോക്കണമെന്നുണ്ട്. ഇപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്തോണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒരു ഹോപ്പ് ഉണ്ട് അല്ലേ? എന്തായാലും ഒന്ന് നോക്കിയാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു സംഭവം മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷനിൽ ഇപ്പോൾ അഡ്മിഷൻ ടു PhD ആണ് ഒന്നാമത്തേൽ ക്വാളിഫൈ ചെയ്തത്, രണ്ടാമത്തെ നെറ്റ് ക്വാളിഫൈ ചെയ്തു. അഡ്മിഷൻ ടു PhD ക്വാളിഫൈ ചെയ്ത സമയത്തുള്ള ഒരു പ്രിപ്പറേഷനിൽ നിന്ന് എന്തൊരു സ്ട്രാറ്റജിക്കൽ ചേഞ്ചാണ് ബേസിക്കലി നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പ്രാപ്തിയാക്കിയത്? ആ ഒരു തരത്തിലൊന്ന് ആലോചിച്ചാൽ. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് ട്രൈ ചെയ്യാം, ഏത് നോക്കാം, എങ്ങനെയാണ് എക്സാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഒന്നും PhD ക്വാളിഫൈ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഇത് കിട്ടിയില്ല, അപ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ട്രൈ ചെയ്താൽ നെറ്റ് കിട്ടും എന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മളൊന്നുകൂടി എക്സ്ട്രാ ടൈം എടുത്തു ചെയ്തു. ഏതിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? കൊമേഴ്സിലാണോ അതോ ജനറൽ പേപ്പറാണ് മെയിനായി നോക്കിയത്? അതിന്റെ കാരണം എന്ന് പറയാം. ഒന്നാമത് കൊമേഴ്സ് നമ്മൾ പഠിച്ചത് തന്നെ ആയതുകൊണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ നമുക്ക് കേട്ട് അറിയാന്നുള്ളത്. ജനറൽ പേപ്പർ തീരെ നമ്മളിതുവരെ ആയിട്ടുള്ള ടോപ്പിക് അല്ലേ, അപ്പൊ അതൊന്നും കൂടി ഫോക്കസ് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിനാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ മാർക്ക് വേണ്ടതും. ലൈക്ക് എന്നാലുള്ള ഒരു ബാലൻസ് ചെയ്ത്. കാരണം നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്കും കൊമേഴ്സ് ടൈറ്റ് ആണെങ്കിൽ നമുക്കും പൊതുവെ ടൈറ്റ് ആയിരിക്കും, അവർക്ക് സിമ്പിൾ ആണെങ്കിൽ നമുക്കും സിമ്പിൾ ആയിരിക്കും. ഒരു വ്യത്യാസം പൊതുവെ വരുന്നത് ജനറൽ പേപ്പറാണ്. അതുകൊണ്ട് അങ്ങനെ നോക്കിയില്ലേ? അങ്ങനെ നോക്കിയത് ഉപകരിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും അല്ലേ. അതിലേതാണ് മെയിനായിട്ട് ജനറൽ പേപ്പറിൽ ഫോക്കസ് ചെയ്യുന്നത്? മാത്സും ഡാറ്റയും ഒക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നത്? നമ്മൾ കൂടുതലും ചെയ്തു നോക്കും, PYQs ഒക്കെ ചെയ്തു നോക്കും. പിന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതും ജനറൽ പേപ്പർ ആയിരുന്നു. ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള മാത്സും കാര്യങ്ങളാകുമ്പോൾ ഒരു ഒളിഞ്ഞു നിൽക്കുന്ന സാധനം നമുക്ക് കണ്ടെത്തുകയാണെങ്കിൽ അല്ലേ? ഇപ്പോൾ ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ വാലസീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പഠിച്ചു കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടേണ്ടി വരികയാണല്ലോ. തീർച്ചയായും എന്തെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ഒരു ഗുണം ഉണ്ടായല്ലോ അല്ലേ? നെറ്റ് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ പ്രിപ്പറേഷൻ മെയിനായിട്ട് ജനറൽ പേപ്പറാണ് രണ്ടാമത്തേൽ ഫോക്കസ് ചെയ്തത് അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സൈറയുടെ ഒരു സപ്പോർട്ട് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയത്? നല്ല സപ്പോർട്ട് തന്നെയാണ്. നമുക്ക് ക്ലാസ്സുകൾ ഡെയിലി വരുന്നുണ്ട്, PYQs തരുന്നുണ്ട്, പിന്നെ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. ആക്റ്റീവ് സർക്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്റ്റീവ് സർക്കിളും നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അതിന്റെ പിന്നിൽ ആക്റ്റീവായിട്ട് പോകാൻ കഴിഞ്ഞോ? നമ്മൾ ടോട്ടലി 1200 ചോദ്യമാണ് നമ്മൾ കവർ ചെയ്തത്. എത്രത്തോളം ഒപ്പം ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാല് പുള്ളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ എക്സാം അടുപ്പിച്ചൊക്കെ ഉള്ളൂ മര്യാദക്ക് നോക്കാം. ഇങ്ങനെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്, ഡെയിലി ഒന്നും ഇരിക്കൂല. അപ്പോൾ ഇങ്ങനെ നോക്കുന്നിങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ നല്ലപോലെ നോക്കും. പിന്നെ നമ്മൾ വിളിച്ച് ചോദിക്കും, ക്ലാസ്സുകൾ കാണാറുണ്ടോ സൈറന്റെ ടീം, അങ്ങനെയുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പേഴ്സണലി വിളിച്ചിട്ടൊക്കെ പറയാലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി
അപ്പോൾ ഇനി നമ്മളിപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്തു, JRF എന്ന് പറയുന്ന ഒരു സ്വപ്നം അപ്പുറത്തുണ്ട്. പിന്നെ അക്കാഡമിക്കലി അല്ലെങ്കിൽ ഈ അക്കാഡമിയയിൽ എന്താണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ലക്ഷ്യം എന്ന് വെച്ചാൽ ടീച്ചിങ് തന്നെയാണ് മെയിൻ. കോളേജിൽ കയറണം. ടീച്ചറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു അല്ലേ? കുറച്ചു കാലം വർക്ക് ചെയ്തു. ഇൻട്രസ്റ്റിംഗ് ആണോ ടീച്ചിങ് എന്നുള്ളൊരു ഫീൽഡ്? ഞാൻ അതിന്റെ മുന്നേ വേറൊരു ജോബ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ടീച്ചിങ് ആണ് ഒന്നുകൂടി നമുക്ക് സുഖം. ഒന്ന് ലൈവ്ലി ആണല്ലേ കുട്ടികൾ നമ്മളൊരു ഫീൽഡ്. ഇപ്പോൾ ഡിസംബർ എക്സാമിലേക്ക് പോകാണല്ലോ, 2025 ഡിസംബറിലെ UGC നെറ്റ് എക്സാമിലേക്ക് ഒരുപാട് ആസ്പിറൻസ് നമ്മളോടൊപ്പം ഒരുങ്ങുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ്, അവരെ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ? അതെങ്കിലും നിങ്ങളുടെ ഒരു ഇൻസൈറ്റ്? നമുക്ക് ട്രൈ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അത് അത്രയും ടഫാണ്, തീരെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നാല് ഒന്നും നടക്കില്ല. അതെ, ജനറൽ പേപ്പർ എല്ലാവരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് കുറേ ഇന്ത്യൻ ലോജിക് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് മടുപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെയാണ്. പക്ഷേ ഇൻട്രസ്റ്റിങ് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ ഡെയിലി ഇരുന്ന് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും അല്ലേ? അങ്ങനെ ഒരു വാസ്റ്റ് ഓഷ്യൻ ആണെങ്കിലും നമ്മൾ അതിനൊരു മൂലക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാനം. യെസ്. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ JRF എന്ന് പറയുന്നൊരു സ്വപ്നം അവിടെ നിൽക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിലേക്കുള്ളൊരു യാത്ര റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ നെറ്റ് കിട്ടിയപ്പോൾ JRF കഴിയുമോ എന്നുള്ളൊരു തോട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്ന കേട്ടു. JRF കണ്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കട്ട് ഓഫ് ഈ അതെ കൂടി വരല്ലേ കട്ട് ഓഫ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഈ കട്ട് ഓഫ് കൂടുമ്പോൾ നമ്മളും കൂടി ആ മത്സരത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മളും കൂടി ആ കട്ട് ഓഫിന്റെ ഭാഗമാവുന്നുള്ളത്. നമ്മളില്ലെങ്കിൽ നമ്മളെ കൂടാതെ ആയിരിക്കും ആ കട്ട് ഓഫ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അല്ലേ? ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ 2 തവണ ഏകദേശം 1 കൊല്ലമായിട്ടുണ്ടാവും പ്രിപ്പറേഷൻ അല്ലേ? ഏതെങ്കിലും ഒരു ടൈമിൽ ഇതൊന്ന് നിർത്താം എന്ന ഫീൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല? ഒരു തിരിഞ്ഞിട്ടൊരു ചിന്ത ഉണ്ടായില്ല? ഇല്ല. ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് എടുക്കും, അപ്പൊ തന്നെ തുടങ്ങുന്നില്ല. പിന്നെ അടുത്ത എക്സാമിന്റെ ടൈം ആവാനാകുമ്പോ ഇപ്രാവശ്യം കൂടി എഴുതാം, അങ്ങനത്തെ രീതി തന്നെയാണ്. അല്ലാതെ ഇത് ഇനി എഴുതുന്നില്ല വേണ്ട. അപ്പൊ റിൻസിന്റെ ഒരു സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമായ സമയങ്ങൾ നമ്മൾ ബ്രേക്ക് കാര്യങ്ങൾ എടുക്കുന്നു, നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു. ക്വിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ലാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നെറ്റ് ആസ്പിറൻസിനോട് അത് തന്നെയാണ് റിൻസിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു വിജയം 2ാമത്തെ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് കൊമേഴ്സിൽ ക്വാളിഫൈ ചെയ്തെന്നുള്ളത് വലിയൊരു നേട്ടമാണ്. എന്തായാലും അതിൽ നിങ്ങളെ നേരിട്ട് കണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് സൈറയുടെ ടീമിനോടൊപ്പം നമ്മളിവിടെ എത്തിയത്. എന്തായാലും സൈറയെ ഈ ഒരു യാത്രയിൽ നിങ്ങൾ ചൂസ് ചെയ്തു എന്നുള്ളതും ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. അതിലും വളരെ സന്തോഷം. എനിവേ, നന്ദിയുണ്ട്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു.